മക്കളെ, ഇന്ന് നമുക്ക് നീലി ചിടിയ എന്ന കവിത പഠിക്കാം. ഹരിവംശറായ് ബച്ചനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിതയുടെ പേര് നീലി ചിടിയ, നീല നിറത്തിലുള്ള പക്ഷി. നിങ്ങളുടെ ചിത്രം കാണുന്നില്ലേ? നല്ല നീല കളറിലെ ഭംഗിയുള്ളൊരു പക്ഷി. ഇനി നമുക്ക് എന്താണ് കവിത എന്ന് നോക്കാം. നീലേ ആസമാൻ സേ ഉദരി. നീലേ ആസമാൻ എന്ന് പറഞ്ഞാൽ നീല ആകാശം. നീലാകാശത്ത് നിന്ന് ഉദരി പറഞ്ഞ ഇറങ്ങി, നീലാകാശത്ത് നിന്ന് ഇറങ്ങി. നീലി ഏക്ക്, നീലി പറഞ്ഞ നീല നിറത്തിലുള്ള, ഏക്ക് ഒരു, നിരാലി വിചിത്രമായ, ചിടിയ പക്ഷി. അപ്പം എന്താണ് വന്നത്? നീലാകാശത്ത് നിന്ന് ഉദരി ഇറങ്ങി. ഇറങ്ങി വന്നതാരാണ്? നീലി ഏക്ക് നിരാലി ചിടിയ, നീലവർണ്ണത്തിലുള്ള ഒരു വിചിത്രമായ പക്ഷി. എവിടെ നിന്നാണ് ഇറങ്ങി വന്നത്? നീലാകാശത്തു നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഈ രണ്ട് വരിയുടെ അർത്ഥം എന്താണ്? നീലാകാശത്തു നിന്ന് നീല നിറമുള്ള ഒരു വിചിത്രമായ പക്ഷി ഇറങ്ങി വന്നു. ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. ഈ പക്ഷി എങ്ങനെയാണ്? ഗാത്തി ഉടനെ വാലി, ഗാത്തി പറഞ്ഞാൽ പാടുക, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി, പാടിക്കൊണ്ട് പറന്നു പോകുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ പാഠത്തിന്റെ പേര് പറഞ്ഞത്? നീലി ചിടിയ എന്നാണ് പറഞ്ഞത് അല്ലേ? നീലി ചിടിയ, നീല നിറത്തിലുള്ള പക്ഷി, നീലി ചിടിയ എന്നാണ് ഇതിൻ്റെ പേര്. നീലി ചിടിയ. ആരാണ് എഴുതിയത്? ഹരിവംശറായ് ബച്ചൻ. ആരാണ് എഴുതിയത്? ഹരിവംശറായ് ബച്ചൻ. നിങ്ങളുടെ യൂണിറ്റ്, അതായത് ഈ ഫസ്റ്റ് നിങ്ങൾക്ക് തുടങ്ങുന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നീലി ചിടിയ. യൂണിറ്റിൻ്റെ പേരെന്താണ്? ഗുലേ ദിൽസെ. എന്താണ്? ഗുലേ ദിൽസെ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ നീലി ചിടിയ എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. എഴുതിയതാരാണ്? ഹരിവംശറായ് ബച്ചനാണ് എഴുതിയത്. ഇനി നമുക്ക് ഈ കവിത ഫസ്റ്റ് പഠിച്ചല്ലോ, അതിൻ്റെ ആസ്പദമാക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ചിടിയാം രംഗ് പിരങ്കി ഹോത്തിയ. പക്ഷികൾ എങ്ങനെയാണുള്ളതെന്നാണ് ചോദ്യം. പക്ഷികൾ, ഇപ്പം നമ്മൾ നീല കളറുള്ള പക്ഷീനെയാണ് കണ്ടത് അല്ലേ? ആ ഒരു നീല കളർ മാത്രമുള്ള പക്ഷികളാണോ ഇവിടെ ഉള്ളത്? അല്ല, പല നിറത്തിലുള്ള പക്ഷികളും ഉണ്ട്. അപ്പോൾ ചിടിയാം എങ്ങനെയാണ്? രംഗ് പിരങ്കി ഹോത്തിയെ, പല നിറത്തിലുള്ളവയാണ്. ചിടിയാം സുന്ദർ ഹോത്തി ഹേ, പക്ഷികൾ എങ്ങനെയാണ്? നല്ല ഭംഗിയുള്ളവയാണ്. ചിടിയാം തര തരക്കി ഹോത്തി ഹേ, പക്ഷികൾ പല തരത്തിലും ഉണ്ട് അല്ലേ? പല തരത്തിലുള്ള പക്ഷികൾ ഉണ്ട്. ഇനി നമ്മളിവിടെ ഫസ്റ്റ് യൂണിറ്റ്, നമ്മൾ ഈ കവിത വായിച്ചു തുടങ്ങി. ഇവിടെ യൂണിറ്റിൽ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ്, കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് യൂണിറ്റിൽ കുറച്ച് ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഗുലേ ദിൽസേ എന്നതിൽ കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇതെന്തിൻ്റെ ചിത്രമാണ്? തവളയാണ് അല്ലേ? ഇതോ കരടി, പിന്നെ മുയല്, ഉറുമ്പ്, തേനീച്ച, അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. തത്ത. അപ്പോൾ നമ്മൾ നോക്കാം ഇതിൽ ഏതൊക്കെ ജീവജന്തുക്കളാണുള്ളത്. ചിത്രമേ കോൺസേ ജീവജന്തു ഹേ, നമ്മളിപ്പോൾ നോക്കിയല്ലോ. അതിലേതെല്ലാം ജീവജന്തുക്കളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ബാലു പറഞ്ഞതാണ് കരടി. നമ്മളവിടെ കണ്ടു, ചിത്രത്തിൽ കരടീനെ കണ്ടു. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ക്ലാസ് കാണണം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ചിത്രമൊക്കെ കാണാൻ പറ്റും. ബാലു കരടി. മേണ്ടക്കുണ്ട്, തവള ഉണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്കിലേക്ക് എല്ലാവരും നോക്കൂ. അപ്പോൾ കാണുന്നില്ലേ മേണ്ടക്കിനെ, തവളേനെ കാണുന്നില്ലേ? തവള ഉണ്ട്. പിന്നെ ഖർഗോഷിനെ കണ്ടോ? മുയലിനെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് തുടങ്ങുന്ന സ്ഥലത്തുള്ള ചിത്രം ഖർഗോഷ്, മുയൽ. പിന്നെ മധുമക്കി ഉണ്ട്. മധുമക്കി പറഞ്ഞാൽ തേനീച്ച. പിന്നെന്താണ് ഇവിടെ ഉള്ളത്? തേനീച്ച ഉണ്ട് അല്ലേ? നമ്മളിവിടെ തേനീച്ച ഉണ്ട്. പിന്നെന്താണുള്ളത്? ചിടിയ ഉണ്ട്. ചിടിയ പക്ഷിയുണ്ട്. പക്ഷി അതാ ചിടിയ. തോത്തയാണിത് അല്ലേ? തത്ത എന്ന ചിടിയനാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ ജിറാഫ് ഉണ്ട്. ജിറാഫ് ഇതാക്കണോ? ജിറാഫ്. പിന്നെ ഇതെന്താണ്? എന്ത് പക്ഷിയാണ്? തോത്തയാണ് അല്ലേ? തോത്ത. ഉൻകെ ചെഹരെ പർ കിസ് തരഹ് കാ ഭാവ് ഹേ. നമ്മളിവിടെ കണ്ട ചിത്രത്തിലൊക്കെ നോക്ക്, ഇവരുടെയൊക്കെ മുഖം
ഏത് ഭാവത്തിലാണ് ഉള്ളത്? എല്ലാ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ മുഖത്തിൻ്റെ ഭാവം എങ്ങനെയാണ്? സങ്കടമാണോ സന്തോഷമാണോ എന്ത് ഭാവമാണ് ഇവരുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്നത്? ആ സന്തോഷഭാവമാണ് കാണുന്നത് അല്ലേ? എല്ലാവരും എങ്ങനെയാണ്? ഖുഷി മേ ഹേ, എല്ലാവരും എങ്ങനെയാണ്? സന്തോഷത്തിലാണ്. വേ ഖുഷി ഹേ, അവരെല്ലാവരും സന്തോഷത്തിലാണ്. അവരുടെ മുഖത്തുള്ള ഭാവം എന്താണ്? സന്തോഷമാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. എന്താണ് ഇവരെല്ലാവരും സന്തോഷത്തിലാവാനുള്ള കാരണം? ഇസ്കാ ക്യാ കാരൺ ഹോഗ, ഇതിന് എന്തായിരിക്കും കാരണം? വേ സ്വതന്ത്ര ഹേ, അവരെങ്ങനെയാണ്? അവർ സ്വതന്ത്രരാണ്. അവരെ ആരും പിടിച്ചു കെട്ടിയിട്ടിട്ടോ കൂട്ടിലിട്ടിട്ടോ ഒന്നുമില്ല അല്ലേ? അവർ സ്വതന്ത്രരാണ്. അവർക്ക് അവരെ ഇഷ്ടത്തിന് നടക്കാനും അവർക്ക് ആവശ്യമുള്ളത് ചെയ്യാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എന്ത്? അവർക്ക് ആ സന്തോഷഭാവം ഉള്ളത് അല്ലേ? അപ്പം അവരെങ്ങനെയാണ്? സ്വതന്ത്ര ഹേ, അവർ സ്വതന്ത്രരാണ്. ഇനി അടുത്തത് നോക്കാം. ചിത്രമേ ക്യാ ക്യാ ഹേ ചിടിയ ഓർ ഏക്ക് ബഡാ പേട്. നമ്മുടെ കവിതയിൽ ചിത്രത്തിലത്തതാണ് ഇനി ചോദിക്കുന്നത്. കവിത നമ്മൾ പഠിച്ചു തുടങ്ങി. നീലി ചിടിയ, അതിൽ നമ്മളൊരു നീല കളറുള്ള ചിടിയേനെ കാണുന്നുണ്ട്. പിന്നെന്താ കാണുന്നത്? വലിയൊരു മരം കാണുന്നുണ്ട് അല്ലേ? വലിയൊരു മരം, നല്ല വലിയൊരു മരം. കണ്ടോ? വലിയൊരു മരവും പിന്നെ ഒരു ചിടിയയും പിന്നെ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ കാണുന്നുണ്ട് ചിത്രത്തിലെ. അപ്പം എന്താണ് ചോദ്യം ഇവിടെ വരുന്നത്? ചിത്രമേ ക്യാ ക്യാ ഹേ ചിടിയ ഓർ ഏക്ക് ബഡാ പേട്. ചിടിയ പറഞ്ഞ പക്ഷിയും പിന്നെ ഒരു വലിയൊരു മരവുമാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. പേട് പർ ക്യാ ക്യാ ഹേ, മരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? പേട് പർ ക്യാ ക്യാ ഹേ, മരത്തിൽ എന്തൊക്കെയാ ഉള്ളത്? പത്തേ ഓർ ഫൂൽ, ഇലകളുമുണ്ട് പൂക്കളും ഉണ്ട്. ഇലകളും പൂക്കളും ഉണ്ട്. അപ്പോൾ കവിതയുടെ പേരും കവിയുടെ പേരും നമ്മൾ പഠിച്ചതാണ്. എന്താണ് കവിതയുടെ പേര്? നീലി ചിടിയ. കവിയുടെ പേരെന്തായിരുന്നു? നീലി ചിടിയ എന്ന കവിതയിൽ കവിയുടെ പേര് ഹരിവംശറായ് ബച്ചൻ അല്ലേ? എന്തായിരുന്നു പേര്? ഹരിവംശറായ് ബച്ചൻ. നമ്മൾ ആ കവിതയുടെ വരികൾ നീലെ ആസമാൻ സേ ഉദരി നീലി ഏക്ക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ എന്നാണ് കവിതയുടെ വരികൾ. ഇനി നമുക്ക് ചിടിയാക്ക രംഗ് ക്യാ ഹേ എന്നൊരു ചോദ്യം ഇതിൽ നിന്നും ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ചിടിയാക്ക രംഗ് ക്യാ ഹേ, അങ്ങനെ പറഞ്ഞാൽ എന്താ? ചിടിയയുടെ നിറം എന്താണ്? ചിടിയയുടെ നിറം എന്താണ്? നമ്മളിപ്പോൾ ഈ പഠിച്ചതിൽ നീല അല്ലേ? എന്താണ് നിറം? നീല നിറമാണ്, നീല. ചിടിയ കഹാം സേ ഉദരി ഹേ, ചിടിയ എവിടെ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് കവിതയിൽ പറയുന്നത്? നീലേ ആസമാൻ സേ ഉദരി അല്ലേ? നീലിയേക്ക് നിരാലി ചിടിയ. ചിടിയ എവിടെ നിന്നാണ് ഇറങ്ങി വന്നത്? നീലേ ആസമാൻ സേ. എവിടെ നിന്നാണ് ഇറങ്ങി വന്നത്? നീലേ ആസമാൻ സേ. നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ചിടിയാക്കി വിശേഷത ക്യാ ഹേ, പക്ഷിയുടെ വിശേഷത എന്താണ്? ചിടിയ നിരാലി ഹേ അനോക്കി ഹേ നീലി ഹേ. ചിടിയ എങ്ങനെയാണ്? നിരാലി, നീലി ഏക്ക് നിരാലി ചിടിയ എന്ന് പറഞ്ഞു അല്ലേ? വിചിത്രമായ ഒരു പക്ഷി പറന്നു വന്നു എന്ന് പറഞ്ഞു. ആ പക്ഷിൻ്റെ പ്രത്യേകത എന്താണ്? പക്ഷി വിചിത്രമാണ്. പിന്നെന്താ? അതിൻ്റെ കളറ് നീലയാണ്. അതും ഒരു പ്രത്യേകതയാണ് അല്ലേ? അനോക്കി ഹേ നീലി ഹേ നിരാലി ഹേ. ചിടിയ ക്യാ ക്യാ കർത്തി ഹേ, ചിടിയ ഉടുത്തി ഹേ और ഗാത്തി ഹേ. പക്ഷി എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്? ചിടിയ ക്യാ ക്യാ കർത്തി ഹേ, ഉടുത്തി ഹേ, എന്താണ്? ഗാത്തി ഹേ. ഉടുത്തി ഗാനെ വാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ പറഞ്ഞല്ലേ? പറക്കുകയും ചെയ്യുന്നുണ്ട് പാടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം എന്താണ് പക്ഷി ചെയ്യുന്നത്? ചിടിയ ഉടുത്തി ഹേ और ഗാത്തി ഹേ, പക്ഷി പറക്കുന്നു പക്ഷി പാടുന്നു. ചിടിയ ക്യാ ക്യാ കർത്തി ഹേ എന്നതിൻ്റെ ഉത്തരമാണ് അത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 4 വരിയുടെ ആശയമാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ആശയം ചോദിക്കും, കവിതയുടെ ആശയം ചോദിക്കും. ഈ 4 വരിയുടെ ആശയം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ 4 വരിയുടെ ആശയം. നീലേ ആസമാൻ സേ ഏക്ക് ചിടിയ उतरती है, नीले आसमान से एक चिड़िया उतरती है, वह नीली और निराली है, चिड़िया गाती है और उड़ती है अല്ലേ?
അപ്പൊ എന്താണ്? നീല ആസമാൻ സേ, നീല ആകാശത്ത് നിന്ന് ഏക്ക് ചിടിയ ഉദർത്തി ഹേ, ഒരു പക്ഷി ഇറങ്ങി വരുന്നു. വഹ് നീലി ഓർ നിരാലി ഹേ, അത് നീല കളറുള്ളതും വിചിത്രമായതുമായ ഒരു പക്ഷിയാണ്. ചിടിയ ഗാത്തി ആർ ഉഡ്തി ഹേ, പക്ഷി പാടുന്നുണ്ട്, പറക്കുന്നുണ്ട്. അത്രയാണ് വരികളിൽ പറയുന്നത് അല്ലേ. നീലാകാശത്ത് നിന്ന് നീല കളറുള്ള ഒരു പക്ഷി വന്നു, അത് പാടുകയും ചെയ്യുന്നുണ്ട്, പറക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ അവിടെ. അതാണ് നമ്മളിവിടെ ആശയമായിട്ട് എഴുതിയത്. നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ നിന്നും ആശയം ചോദിക്കാറുണ്ട്. എല്ലാവരും ആശയം കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഇനി അടുത്ത 4 വരിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇസ് ഫുനിഗി സേ ഉസ് ഫുനിഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ, इन पत्तों में उन पत्तों में चिपकर गाने वाली चिड़िया, इस फुनगी से उस फुनगी पर, ഈ മരച്ചില്ലയിൽ നിന്നും ആ മരച്ചില്ലയിലേക്ക്. ഫുനഗി പറഞ്ഞാൽ മരച്ചില്ല. ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലകളിലേക്ക് പക്ഷികൾ ഇങ്ങനെ ചാടി ചാടി പറന്ന് കളിക്കൂലേ. പറന്നു പോവാണ് ഒരു ചില്ലയിൽ നിന്ന് ഒരു ജില്ലയ്ക്ക്, ഒരു ജില്ലയിൽ നിന്ന് ഒരു ജില്ലയ്ക്ക് ഇങ്ങനെ പറന്ന് കളിക്കുന്നു ആര്? പക്ഷികൾ. ഉടുക്കർ ജാനേ വാലി ചിടി, അങ്ങനെ പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനേ വാലി ചിടിയ, ഈ ഇലകളും ആ ഇലകളിൽ, അതായത് വലിയ ഇലയാണല്ലോ, ഇലേൻ്റെ അടിയിൽ ആ ഇലയിലും ഈ ഇലയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒളിച്ചു നിന്നിട്ട് പാട്ട് പാടുന്നു പക്ഷി. ഒളിച്ചു നിന്നിട്ട്, ചിപ്കർ പറഞ്ഞാൽ ഒളിച്ചു നിൽക്കുക. ചിപ്കർ ഗാനേ വാലി ചിടിയ, ഒളിച്ചു നിന്ന് പാട്ട് പാടുന്ന പക്ഷി. അപ്പം ഈ 4 വരിയിൽ നിന്നും നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ഉണ്ടാക്കി ചോദിക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ 4 വരി പഠിക്കും. അപ്പം നമുക്ക് നോക്കാം അതിലെ ചോദ്യങ്ങൾ. ഫുനുഗി കാ അർത്ത് ക്യാ ഹേ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പേടിക്കി ഡാലി കാ അഗ്രഭാഗ്, എന്താണ് ഫുനുഗി എന്നതിൻ്റെ അർത്ഥം? മരക്കൊമ്പിൻ്റെ അഗ്രഭാഗം. മരക്കൊമ്പിൻ്റെ തുമ്പത്തുനിന്ന് ഒരു തുമ്പത്തേക്ക് അങ്ങനെയല്ല ഇവർ അങ്ങനെ പറന്ന് കളിക്കുക, അതാണ്. അപ്പോൾ ഫുനുഗി എന്ന് പറഞ്ഞാൽ മരച്ചിലേൻ്റെ അഗ്രഭാഗത്തിനാണ് ഫുനുഗി എന്ന് പറയാം കേട്ടോ. ചിടിയ ഏക്ക് ഫുനുഗി സേ ദൂസരി ഫുനുഗി പർ ഉഡ്തി ഹേ ക്യോം, ഒരു പക്ഷി ഒരു മരച്ചില്ലയിൽ നിന്ന് മറ്റൊരു മരച്ചില്ലയിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്നത് എന്തുകൊണ്ട്? എന്താണ് ഈ പക്ഷി ഒരു മരച്ചില്ലയിൽ നിന്ന് ഒരു ഭാഗത്ത് അടങ്ങി നിൽക്കാതെ ഈ പക്ഷികൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിന്ന് ഒരു സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് എന്തുകൊണ്ടാ? ഏ ചിടിയോം കാ സ്വഭാവ് ഹേ, ഇത് പക്ഷികളുടെ സ്വഭാവമാണല്ലേ. പക്ഷികൾ അങ്ങനെ തന്നെയാണ്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ കളിക്കും. അത് പക്ഷികളുടെ എന്താണ്? സ്വഭാവമാണ്. എന്തായിരിക്കാം അവരങ്ങനെ ചെയ്യാനുള്ള കാരണം? ഖുഷിക്ക് കാരണം, ഒരു പക്ഷി അവർക്ക് നല്ല സന്തോഷമുള്ളത് കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡർക്കെ കാരണം, പേടി കാരണമായിരിക്കാം. ഒരു ജില്ലയിൽ തന്നെ ഇങ്ങനെ കുറേ സമയം അനങ്ങാതെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവരാരെങ്കിലും പിടിച്ചു കൊണ്ടുപോകും, അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന പേടി കൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ അങ്ങനെ തുള്ളി കളിച്ച് ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കാതെ അങ്ങനെ എന്ത് ചെയ്യുന്നത്? ഒരു മരച്ചില്ലയിൽ നിന്ന് ഒരു മരച്ചില്ലയിലേക്ക്, ഒരു മരച്ചില്ലയിൽ നിന്ന് ഒരു മരച്ചില്ലയിലേക്ക് ഇങ്ങനെ പാറിക്കളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തായിരിക്കാം? വഹ് ഗേൽത്തി ഹോഗി, ഒരു പക്ഷേ അവർ കളിക്കുന്നതായിരിക്കാം. നമുക്കറിയില്ല എന്താണ് സംഭവം എന്നല്ലേ. എന്തായാലും പക്ഷികൾ അങ്ങനെ തന്നെയാണ്, പക്ഷികളുടെ സ്വഭാവം അതാണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ സങ്കല്പിച്ച് പറയാണ്, ഒരു പക്ഷേ അവർ സന്തോഷം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ കളിക്കുന്നതായിരിക്കാം. ഓക്കെ. ഇനി അടുത്തത് ചിടിയ കഹാൻ ചിപ്തി ഹേ, ഇതിൽ പറയുന്നുണ്ട് അല്ലേ, ചിപ്കർ ഗാനേ വാലി ചിടിയ, ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനേ വാലി ചിടിയ എന്നാണ് പറഞ്ഞത്. പത്ത പറഞ്ഞാൽ എന്താണ്? ഇല. അപ്പൊ ഇവർ എവിടെയാണ് ഒളിക്കുന്നത്? പത്തോമേം, ഇലകളിൽ. ചിടിയ കഹാം ചിപ്തി ഹേ, പക്ഷികൾ എവിടെയാണ് ഒളിക്കുന്നത്? പത്തോമേം, ഇലകളിൽ ഒളിക്കുന്നു. ചിടിയ പത്തോമേ ചിപ്കർ ക്യാ കർത്തി ഹേ ഗാത്തി ഹേ, പക്ഷികൾ ഇലകളിൽ ഒളിച്ചിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഗാത്തി ഹേ, പാട്ട് പാടുന്നു. ചിടിയ പത്തോമേ ചിപ്കർ ഗാത്തി ഹേ ക്യോം, പക്ഷികള് ഇലേൻ്റെ അടിയിൽ ഒളിച്ചിരുന്നുങ്ങാണ്ട് പാട്ട് പാടാനുള്ള കാരണം എന്താണ്?
എന്താണ് ഇലേൻ്റെ അടിയിൽ ഒളിച്ചിരുന്ന് പാട്ട് പാടാനുള്ള കാരണം? ഷായദ് ബഹ് ശർമാത്തി ഹോഗി, ഒരു പക്ഷേ അവർക്ക് ലജ്ജ, ഒരു മടി, ആളുകളുടെ മുമ്പിൽ വന്ന് പാടാനുള്ള മടി കാരണമായിരിക്കാം. അല്ലെങ്കിൽ എന്താണ്, കോയി ഉസേ ദേക്കിനില്ലേ, ആരും അവരെ കാണരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒളിച്ചിരുന്ന് പാടുകയാണ്. ഞങ്ങളെ ആരും കാണരുത്, ഞങ്ങളെ പാട്ട് മാത്രം കേട്ടാൽ മതി വിചാരിച്ചിട്ട് പാടുകയാണ് അല്ലേ. എന്താണ്, ഒരു പക്ഷേ അവർക്ക് ലജ്ജ കൊണ്ടായിരിക്കാം, മടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, ദേക്കിനല്ലേ, ആരും ഞങ്ങളെ കാണരുത് എന്ന് കരുതിയിട്ട് ആയിരിക്കാം. ഇനി നമുക്ക് നമ്മൾ പഠിച്ച ആ 4 വരിയുടെ ആശയം നോക്കാം. ആ 4 വരി കവിതയുടെ ആശയം നോക്കാം. ചിടിയ ഏക് ഫുനുഗി സേ ദൂസരി ഫുനുഗി പർ ഉടുക്കർ ജാത്തി ഹെ, പക്ഷി ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്ക് പറന്നു പോകുന്നു. വഹ് പത്തോമേ ചിപ്തി ഹെ ഔർ ഗാത്തി ഹെ, അതെന്ത് ചെയ്യുന്നു? അത് പത്തോമേ ചിപ്തി ഹെ, ഇലകളിൽ ഒളിച്ചിരിക്കുന്നു, എന്നിട്ട് പാട്ട് പാടുന്നു. അത്രയാണ് ഈ വരികളുടെ ആശയം വരുന്നത്. ഇനി അടുത്തത് നോക്കാം. पर फड़काकर नीचे आकर दाना गाने वाली चिड़िया, दाना गाकर पर फड़काकर जड़ उड़ जाने वाली चिड़िया. എന്താണ് പറയുന്നത്? पर फड़काकर नीचे आकर, ചിറക് ഇങ്ങനെ വിടർത്തിയിട്ട്, ചിറക് വിടർത്തി അവർ താഴേക്ക്, ചിറക് ഇങ്ങനെ വിടർത്തി പറന്ന് വരൂലേ, അങ്ങനെ പറന്ന് താഴേക്ക് വന്നിട്ട് ദാന ഗാനേ വാലി ചിടിയ, ദാന ധാന്യം, ധാന്യമണികൾ കഴിക്കുന്ന പക്ഷി, ധാന്യങ്ങളൊക്കെ കൊത്തിപ്പെറുക്കി പക്ഷി കഴിക്കുന്നു. ദാന ഗാക്കർ പർ ഫടുക്കാക്കർ, അങ്ങനെ ധാന്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പർ ഫടുക്കാക്കർ, ചിറക് വിരിച്ച്, ജഡ് ഉടുജാനെ വാലി ചിടിയ, പെട്ടെന്ന് തന്നെ പറന്നു പോകുന്ന പക്ഷി. പക്ഷി എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ ചിറക് വിരിച്ച് താഴേക്ക് പറന്നു വരും, എന്നിട്ട് അവിടെയുള്ള ധാന്യമണികളൊക്കെ കൊത്തിപ്പെറുക്കി തിന്നും, എന്നിട്ട് എന്താ ചെയ്യുക? അതേപോലെ തന്നെ ചിറക് വിടർത്തി പറന്നു പോകും. മനസ്സിലായോ? ഇനി നമുക്കതിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ചിടിയ കൈസേ നീച്ചെ ആത്തി ഹേ, പക്ഷി എങ്ങനെ താഴോട്ട് വരുന്നു എന്നാണ് പറഞ്ഞത്? പർ ഫടുക്കാക്കർ, ചിറക് വിടർത്തിയിട്ട് അല്ലേ. നീച്ചെ ആക്കർ ചിടിയ ക്യാ കർത്തി ഹേ, താഴെ വന്ന പക്ഷി എന്താണ് ചെയ്യുന്നത്? ദാന ഗാത്തി ഹേ അല്ലേ, ധാന്യം കഴിക്കുന്നു. ദാന ഗാനേക്കെ ബാദ് ചിടിയ ക്യാ കർത്തി ഹേ, അങ്ങനെ ധാന്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പക്ഷി ചെയ്യുന്ന കാര്യം എന്താണ്? ഉഡ് ജാത്തി ഹേ, പറന്നു പോകുന്നു. ചിടിയ കൈസേ ഉഡ് ജാത്തി ഹേ, പക്ഷി എങ്ങനെയാണ് പറന്നു പോകുന്നത്? ജഡ് സേ, പെട്ടെന്ന് പറന്നു പോകും. അവിടെ അങ്ങനെ കുറേ നേരം അങ്ങനെ സാവധാനം നിൽക്കൊന്നുമില്ലേ, പെട്ടെന്ന് ഒരൊറ്റ പറക്കലാണ് അല്ലേ. എന്താണ് അങ്ങനെ പറന്നു പോകാൻ കാരണം? മറ്റാരെങ്കിലും അതിനെ പിടിക്കരുതെന്ന് വിചാരിച്ചിട്ടില്ലേ. ചിടിയ ജഡ്സേ ഉഡ് ജാത്തി ഹേ ക്യോം, പക്ഷി പെട്ടെന്ന് പറന്നു പോകാനുള്ള കാരണം എന്താണ്? ക്യോങ്കി ഉസേ ഡർ ഹേ ഭൈ ഹേ, എന്താണ് കാരണം? എന്തുകൊണ്ടെന്നാൽ അതിന് പേടിയാണ്, ഭയമാണ് ആ പക്ഷിക്ക്. അതിൻ്റെ ഉള്ളില് മനുഷ്യരെ പേടിയാണ് അല്ലേ, മനുഷ്യരെ പിടിക്കും എന്ന പേടിയാണ്, ഭയമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്നാണ് പറന്നു പോണത്. ചിടിയ കോ കിസ് ബാത് കാ ഭയ് ഹോഗ, ചിടിയക്ക് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ഭയം? പക്കടേ ജാനേക്ക, പിടിക്കപ്പെടും എന്ന ഭയം. എന്ത് ഭയമാണ്? പക്ഷി പിടിക്കപ്പെടും എന്ന ഭയമാണ് പക്ഷിക്കുള്ളത്. പക്ഷീനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കൂട്ടിലടയ്ക്കൂലേ. കൂട്ടിലടയ്ക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല, സ്വതന്ത്രരായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം അല്ലേ. അപ്പോൾ പക്ഷികൾ കൂട്ടിലടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് പിടിക്കപ്പെടുമെന്ന് കരുതിയിട്ടാണ് പക്ഷി എന്ത് ചെയ്യുന്നത്? വേഗം അവിടെ നിന്ന് പറന്ന് പോകുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. എന്താണ്? ഈസ് ഡാലി സേ, ഈ മരച്ചില്ലയിൽ നിന്നും, ഉസ് ഡാലി പർ, ആ മരച്ചില്ലയിലേക്ക്, ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ, പറന്നു പറന്നു പോകുന്ന പക്ഷി. ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചിലേക്ക് പറന്ന് പറന്നു പോകുന്ന പക്ഷി. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ
പാസ് ആനെ വാലി ചിടിയ ലാഖ് ബുലാവു 1,00,000 തവണ വിളിച്ചാലും, അതായത് ഒരുപാട് തവണ വിളിക്കുകയാണ്. അതുകൊണ്ടാണ് കവി ഇവിടെ 1,00,000 തവണ എന്ന് എഴുതിയത്. 1,00,000 തവണ വിളിച്ചാലും മേരെ പാസ് ആനെ വാലി ചിടി, എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷി. നിങ്ങളിങ്ങനെ പക്ഷീനെ ഇഷ്ടപ്പെട്ടിട്ട് പക്ഷീൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ വിളിക്കൂലേ, പക്ഷേ പക്ഷികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ? ഇല്ല. അപ്പം എന്താണ്, അവർക്ക് പേടിയാണ് അല്ലേ. ലാക്ക് ബുലാവും 1,00,000 തവണ വിളിച്ചാലും, 1,00,000 പ്രാവശ്യം വിളിച്ചാലും എന്താണ്, പക്ഷികൾ അടുത്തേക്ക് വരുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ആനെ വാലി ചിടി, എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷി. എത്ര വിളിച്ചാലും അടുത്തേക്ക് വരാത്ത പക്ഷിയാണ് അല്ലേ. ഇനി നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയ 4 വരി ഉണ്ടല്ലോ. पर फड़काकर नीचे आकर दाना गाने वाली चिड़िया, दाना गाकर पर फड़काकर जड़ उड़ जाने वाली चिड़िया. അതിൻ്റെ ആശയം നമ്മൾ നോക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ആശയം ഒന്ന് നോക്കാം. ചിടിയ पर फड़काकर, पर പറഞ്ഞ പങ്ക്, ചിറകാണ് കേട്ടോ. पर പറഞ്ഞ ചിറകാണ്. അപ്പോൾ ചിടിയ, ഈ പങ്ക് ബ്രാക്കറ്റിലിട്ടത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിടിയ पर പറഞ്ഞാൽ പങ്ക്, അതായത് ചിറക് എന്നാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ എഴുതേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ബ്രാക്കറ്റിലുള്ളതോ അല്ലെങ്കിൽ പുറത്തുള്ളതോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ചിടിയ पर फड़काकर नीचे आती है, അല്ലെങ്കിൽ ചിടിയ പങ്ക് फड़काकर नीचे आती है, അങ്ങനെ എഴുതിയാൽ മതിയേ. അപ്പം എന്താണ്, ചിടിയ പക്ഷി ചിറക് വിടർത്തി താഴോട്ടേക്ക് വരുന്നു. വഹ് ദാന ഗാദ്യ, ധാന്യം കഴിക്കുന്നു. ഫിർസേ പർ ഫടുക്കാക്കർ, പിന്നീട് വീണ്ടും ചിറക് വിടർത്തി ജഡ്സേ ഉഡ് ജാത്തി ഹേ, പെട്ടെന്ന് തന്നെ പറന്നു പോകുന്നു. അതാണ് ആ വരികളുടെ ആശയം വരുന്നത്. ഇനി ഇപ്പം നമ്മൾ വായിച്ചല്ലോ, അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ, അതിൻ്റെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ചിടിയ കഹാം സേ കഹാം തക്ക് ഉഡ്ത്തി ഹേ, ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. പരീക്ഷയ്ക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കേ. ചിടിയ കഹാം സേ കഹാം തക്ക് ഉഡ്ത്തി ഹേ, പക്ഷി എവിടം മുതൽ എവിടം വരെയാണ് പറക്കുന്നത്. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ, ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്കാണ് പക്ഷി പറക്കുന്നത്. ചിടിയ കഹാം സേ കഹാം തക്ക് ഉഡ്ത്തി ഹേ, ചിടി എവിടം നിന്ന് എവിടം വരെയാണ് പറക്കുന്നത്? ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ല വരെ. ലാക്ക് ബുലാനാക്ക അർത്ഥ ക്യാ ഹേ, എന്താ ഈ ലാക്ക് ബുലാന, 1,00,000 തവണ വിളിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കൈ ബാർ ബുലാന, പല തവണ വിളിക്കുക, പല തവണ വിളിക്കുന്നതിനെയാണ് പറയാട്ടോ. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ആനെ വാലി ചിടിയ ക്യോം, 1,00,000 തവണ വിളിച്ചാലും അടുത്തേക്ക് പക്ഷി വരാതിരിക്കാനുള്ള കാരണം എന്താണ്? ഡർക്കേ കാരണം. എന്താണ് കാരണം? ഭയം കാരണം. പക്ഷിക്ക് ഭയമാണ്, മനുഷ്യനെ ഭയമാണ് പക്ഷിക്ക് അല്ലേ. അപ്പം ഭയം കാരണമാണ് പക്ഷി വരാത്തത്. ഇനി നമുക്ക് ഇസ് ഡാലി സേ ഉസ് ഡാലി പർ എന്ന ഈ 4 വരി ഉണ്ടല്ലോ, അതിൻ്റെ ആശയം നോക്കാം. ചിടിയ ഉസ് ഡാലി സേ ചിടിയ ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ്ത്തി ഹേ, പക്ഷി ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്ക് പറക്കുന്നു. കൈ ബാർ ബുലാനെ പർ ബി മേരെ പാസ് നഹി ആത്തി, പല തവണ വിളിച്ചിട്ട് പോലും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അത്രയാണ് ആ വരിയുടെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത്, ഫസ്റ്റ് പഠിച്ച അതേ വരികൾ തന്നെയാണ്. നീലേ ആസമാൻ സേ ഉദരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉഡ്ത്തി ഗാനെ വാലി ചിടിയ, നമ്മൾ ഫസ്റ്റ് പഠിച്ച വരികൾ തന്നെയാണ് അതിലെ. അത്രയുമാണ് നമ്മളുടെ കവിത വരുന്നത്. ഇത്രയും ഭാഗം നന്നായിട്ട് നിങ്ങൾ വായിക്കുക, നന്നായിട്ട് പാഠഭാഗം നന്നായിട്ട് വായിക്കണം. അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ ചേർത്ത് മനസ്സിലാക്കി വായിക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എല്ലാവരും ക്ലാസ് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ക്ലാസ് ഷെയർ ചെയ്യണം. ഓക്കെ.